ക്ഷേത്രങ്ങളിൽ കാണുന്ന നന്ദിയെ തൊടാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ? എന്നാൽ നന്ദിയുടെ കാതിൽ സങ്കടം പറഞ്ഞാൽ എളുപ്പം പരിഹാരം കാണുമെന്നും പറയുന്നു. എന്താണ് വാസ്തവം? നന്ദിയെ എന്നല്ല, ക്ഷേത്രത്തിലെ ബലിക്കല്ലു പോലുള്ള ഒരു വസ്തുവിലും തൊട്ട് അശുദ്ധമാക്കരുത്. അഥവാ അറിയാതെ തൊടുകയോ കാൽ മുട്ടുകയോ ചെയ്താൽ വീണ്ടും തൊട്ട് തലയിൽ വയ്ക്കരുത്. പകരം മാറി നിന്ന് അറിയാതെ ചെയ്തു പോയ അബദ്ധത്തിന് ക്ഷമ പറയുക. നന്ദിയുടെ കാതിൽ സങ്കടം പറയുന്നത് കഴിഞ്ഞ 20 കൊല്ലമായി കാണുന്നതാണ്. ഇത് ഒട്ടും ശാസ്ത്രീയമായ ഒന്നല്ല. ക്ഷേത്രങ്ങളിൽ കാണുന്ന നന്ദിയെ തൊടാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ? എന്നാൽ നന്ദിയുടെ കാതിൽ സങ്കടം പറഞ്ഞാൽ എളുപ്പം പരിഹാരം കാണുമെന്നും പറയുന്നു. എന്താണ് വാസ്തവം? നന്ദിയെ എന്നല്ല, ക്ഷേത്രത്തിലെ ബലിക്കല്ലു പോലുള്ള ഒരു വസ്തുവിലും തൊട്ട് അശുദ്ധമാക്കരുത്. അഥവാ